കൊച്ചി മഹാരാജാസ് ഗ്രൗണ്ടിൽ നിന്നും എ പി സജിഷ തത്സമയം ചേരുന്നു. സജിഷ, അത്ലറ്റിക്സിലെ ഗ്ലാമറിനമായ 100 മീറ്റർ ഓട്ടം ഇന്നാണ്. വേഗരാജാവിനെയും വേഗറാണിയെയും ഇന്ന് വൈകിട്ടോടെ അറിയാം. ഇതുവരെ വന്ന മത്സര ഫലങ്ങളിൽ നിന്നുള്ള പോയിന്റ് നില പരിശോധിക്കുമ്പോൾ ഏത് ജില്ലയ്ക്കാണ് മുൻതൂക്കം? ഗെയിംസ് ഇനങ്ങളുടെ മത്സരഫലങ്ങളൊക്കെ പുറത്തു വന്നോ? മറ്റ് ഗ്ലാമർ ഇനങ്ങൾ ഇന്ന് ഏതൊക്കെയാണ് ഫൈനലുകളായി നടക്കാനുള്ളത്? വിനിഷ, എനിക്ക് ചുറ്റുമുള്ളത് ആവേശം, ആഹ്ലാദം, ആകാംക്ഷ ഇതൊക്കെ തന്നെയാണുള്ളത്. ഇപ്പോൾ ഒരു വെയിലത്തും കുരുന്നുകൾ മത്സരിക്കുകയാണ്. ഇന്ന് നേരത്തെ വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗ്ലാമർ ഇനമായ അത്ലറ്റിക്സ് മീറ്റിലെ ഏറ്റവും ഗ്ലാമർ ഇനമായ 100 മീറ്റർ ഫൈനൽ ഇന്ന് നടക്കും. ഇപ്പോൾ തന്നെ ക്വാളിഫയിങ് മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. 100 മീറ്ററിൻ്റെ ക്വാളിഫയിങ് മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പിന്നെ എനിക്ക് ചുറ്റുമുള്ള ഒരു സ്ഥലത്ത് സീനിയർ ബോയ്സിൻ്റെ ഡിസ്കസ് ത്രോ നടക്കുന്നുണ്ട്. മറ്റൊരിടത്ത് ജൂനിയർ ബോയ്സിൻ്റെ ഹൈ ജമ്പ് നടക്കുന്നുണ്ട്. മറ്റൊരിടത്ത് പോൾ വാൾട്ട് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. പോൾ വാൾട്ടിൻ്റെ സീനിയർ ബോയ്സിൻ്റെ ഫൈനൽ മത്സരം നടക്കുന്നു. സീനിയർ ഗേൾസിൻ്റെ ഫൈനൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ മത്സരങ്ങൾ ഇപ്പോൾ മഹാരാജാസിൻ്റെ സിന്തറ്റിക് ട്രാക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ നടക്കുന്നുണ്ട്. ഇതിന് പുറമെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്ലറ്റിക്സ് മീറ്റ് തുടങ്ങിയപ്പോൾ തന്നെ പാലക്കാടും മലപ്പുറം ഒരു കുതിപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ 38 പോയിന്റുമായി പാലക്കാട് ഒന്നാമതുണ്ട്, മലപ്പുറം തൊട്ട് പിന്നിലുണ്ട്. അങ്ങനെ ഒരു വലിയൊരു മത്സരം നടക്കുകയാണ്. ഇപ്പോൾ ഇഞ്ചോടിച്ച് മത്സരം നടക്കുകയാണ്. ഇതിന് പുറമെ മൊത്തത്തിലുള്ള ഒരു പരിശോധന നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഗെയിംസ് ഇനങ്ങളിലാണെങ്കിലും എല്ലാം കൂടിയുള്ള ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ ഇപ്പോഴും തിരുവനന്തപുരം ജില്ല തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. 1000-ലധികം പോയിന്റുമായിട്ട് ഇപ്പോഴും തിരുവനന്തപുരം മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൽ തന്നെ നീന്തൽ വിഭാഗത്തിൽ, അക്വാട്ടിക്സ് വിഭാഗത്തിൽ തിരുവനന്തപുരം ചാമ്പ്യൻഷിപ്പ് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. കുറച്ച് മത്സരങ്ങൾ കൂടി ഗെയിംസ് ഇനങ്ങൾ ബാക്കിയുണ്ടെങ്കിലും അക്വാട്ടിക്സിൽ ഏറെക്കുറെ തിരുവനന്തപുരം തന്നെ ചാമ്പ്യൻഷിപ്പ് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. മറ്റ് ഗെയിംസ് ഇനങ്ങളിലാണെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ മുന്നേറ്റമാണ് കാണുന്നത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം പറയാനുള്ളത് 100 മീറ്റർ ഇവൻറ്റ്സ് തന്നെയാണ്. ഇതിൻ്റെ ക്വാളിഫൈ മത്സരങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ഉച്ച കഴിഞ്ഞിട്ടാണ് ഫൈനൽ നടക്കുന്നത്. എല്ലാ വിഭാഗങ്ങളുടെ ഫൈനലും ഇന്നിപ്പോൾ ഏറ്റവും വേഗതയേറിയ താരങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. വിനിഷ, വളരെ വലിയ ആവേശത്തോടു കൂടിയാണ് മത്സരങ്ങൾ നടക്കുന്നത് ഇപ്പോൾ. സജിഷ, ഈ കായിക ഒളിമ്പിക്സിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ്. മാർച്ച് ഫസ്റ്റ് മുതൽ ശരിക്കും കേരള ഒളിമ്പിക്സ് എന്ന വാക്കുകൾ പോലെ അർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഒരു തുടക്കം. അന്ന് മുതൽ ഇന്ന് വരെ യാതൊരുവിധ പരാതിയുമില്ലാതെ മികച്ച രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ സംഘാടനവും പോകുന്നത് എന്ന് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. വിനിഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ വളരെയധികം സജീവമായിട്ട് തന്നെയായിരുന്നു മത്സരങ്ങൾക്ക് മുന്നോടിയായിട്ടുള്ള സംഘാടനങ്ങൾ പോലും നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ സ്കൂൾ ഒളിമ്പിക്സ് എന്ന രീതിയിൽ നമുക്കൊരു പാരാലിമ്പിക്സിന് മാതൃകയിൽ, പാരാലിമ്പിക്സ് പോലെ തന്നെ അതിന് ഒരുപക്ഷെ അതിലുപരി നമുക്ക് പറയാനുള്ള അങ്ങനെയുള്ള പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങളിലുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ കായികമേള തന്നെ ഇവിടെ നടന്നു. ആദ്യ ദിവസങ്ങളിൽ ആദ്യത്തെ 2 ദിവസങ്ങളിൽ ആ വലിയ മത്സരങ്ങൾ തന്നെ ഇവിടെ നടന്നു. അതിലും തിരുവനന്തപുരത്തിനായിരുന്നു ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നത്. അത് കുട്ടികൾക്ക്, നമ്മൾ എപ്പോഴും മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല അത്തരം കുട്ടികൾ എന്ന ഒരു പ്രചോദനം നൽകിക്കൊണ്ട് തന്നെ ആ കുട്ടികൾ ഇവിടെ വളരെ വലിയ സന്തോഷത്തിലായിരുന്നു ആദ്യ ദിവസങ്ങളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ ആദ്യമായിട്ട് ഇത്തരം മത്സരങ്ങളിൽ ഇവിടെ വലിയൊരു മത്സരത്തിൽ പങ്കെടുക്കുകയായിരുന്നു. പക്ഷേ എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. കാരണം അങ്ങനെ ഒരു ഒളിമ്പിക്സ് മാതൃക അതിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് പുറമെ ഇപ്പോൾ തന്നെ മറ്റ് മത്സരങ്ങൾ പറയുകയാണെങ്കിൽ, ഈ സംഘാടന രീതി പറയുകയാണെങ്കിൽ, സർക്കാർ കഴിഞ്ഞ ജൂൺ മാസം മുതൽ തന്നെ ഇതിൻ്റെ ഒരു സജ്ജീകരണങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എറണാകുളത്ത് വലിയ ഓർഗനൈസിങ്ങുകൾ എല്ലാം തന്നെ നടന്ന് കുറ്റമറ്റ രീതിയിൽ തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ആദ്യത്തെ 2 ദിവസങ്ങളിലാണെങ്കിലും മന്ത്രി ശിവൻകുട്ടി ഇവിടെ സജീവമായിരുന്നു. എല്ലായിടത്തും ആണെങ്കിലും മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു, വിദ്യാഭ്യാസ മന്ത്രിയുടെ. അങ്ങനെ എല്ലായിടത്തും വളരെയധികം സജ്ജീകരണങ്ങളും എല്ലാം നടന്നിട്ട് ഇപ്പോഴാണെങ്കിൽ തന്നെ AC മുറികളിലാണ് ചില ഗെയിംസ് ഇനങ്ങളിൽ ചില സ്റ്റേഡിയങ്ങളിലെല്ലാം പോകുമ്പോൾ, ഇൻഡോർ സ്റ്റേഡിയങ്ങളിൽ പോകുമ്പോൾ ചിലത് AC മുറികളിലാണ്. അങ്ങനെയൊന്നും ഒരു കാലത്തും അങ്ങനെ നടന്നിട്ടില്ല. ഇത്തവണ അങ്ങനെയുള്ള ഒരു ഫെൻസിംഗ് ഒക്കെ നടക്കുന്നത് ശരിക്കും ശീതീകരിച്ച മുറികളിൽ തന്നെയായിരുന്നു. പിന്നെ മറ്റൊന്ന്, പുതിയ മത്സര വിഭാഗങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഫെൻസിംഗ് പോലുള്ളത്. ഇനി അത്ലറ്റിക്സ് മത്സരങ്ങളുടെ വളരെ സജീവമായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, ഓക്കെ. അത്ലറ്റിക്സ് മത്സരങ്ങൾ സജിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ 100 മീറ്റർ മത്സരത്തിനുള്ള യോഗ്യതാ മത്സരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം 4 മണിയോട് കൂടിയാണ് എല്ലാ വിഭാഗം 100 മീറ്ററുകളുടെയും ഫൈനൽ. വേഗരാജാവിനെയും വേഗറാണിയെയും ആരാണ് എന്നറിയാനുള്ള ഒരു ആകാംക്ഷയിൽ തന്നെയാണ് കായിക ലോകം. വരും മണിക്കൂറുകളിൽ, വരും ബുള്ളറ്റിനുകളിൽ